കൊച്ചുണ്ണി ഇവന്റെ എന്തോ പറ്റിയതാ? മേടിക്കാൻ പറ്റവൻ അടിച്ചു തീർത്ത്. എന്നിട്ട് നീ ചിരിച്ചോണ്ടിരിക്കോട്ടെ, ഇനി ആകെ ഇതേ ഉള്ളൂ. അയ്യോ സാറ് 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 മോനെ ടിറ്റോ. ഓ എന്താ കോപ്പറം നിൽക്കുന്ന ഇരിക്ക്. മോനെ ടിറ്റോ, സത്യം പറഞ്ഞ നിന്നെ ഞാൻ വെറുതെ വിടാം. ഇതെൻ്റെ വാക്കാ. പറ, നിന്റെ കൂടെ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു? എല്ലാവരെയും പേര് പറഞ്ഞോ? പറയടാ മോനെ. ടിറ്റോ, സത്യം പറഞ്ഞില്ലെങ്കിൽ എന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കും. പറഞ്ഞോ? പറയടാ, ആരൊക്കെ ഉണ്ടായിരുന്നു? കഴിഞ്ഞ ഓണത്തിന് ഷർട്ട് എല്ലാവരും ഉണ്ടായിരുന്നു കോപ്പറെ, പക്ഷെ ഞാൻ ആർക്കും കൊടുത്തില്ല, ഒറ്റയ്ക്ക് അടിച്ചു. മാഷെ, എനിക്കറിയാം മാഷെ, നമുക്കെല്ലാ മൂത്തപ്പന്മാരെയും പൊക്കാം. മദ്യപാനം ഇപ്പോഴത്തെ യുവതലമുറയെ കാർന്നു തിന്നുന്ന ഒരു മഹാവിപത്തായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളായിട്ട് സത്യം പറയുന്നോ അതോ ഞാൻ പോലീസിനെ വിളിക്കണോ? എന്തിനാണ് സാർ പോലീസ്? എടാ, സ്കൂള് പരിസരത്ത് കയറി കള്ളും കുടിച്ചും പോരാ ഞങ്ങളെ മണ്ടന്മാരാക്കുന്നു. അതെ സാറേ, ഞാനില്ല, എനിക്ക് ഹറാമാണ്. എനിക്കും. ഹറാമാ? എന്നാ ക്ഷമിക്കേ, ഹറാമുള്ളവരൊക്കെ പോകും. നിങ്ങളോ? പറഞ്ഞോ, ആരെങ്കിലും മദ്യപിച്ചിട്ടുണ്ടോ? ഞങ്ങൾക്ക് അറിഞ്ഞൂടാ സാർ. ഇവൻ എന്താ ചെയ്യണ്ട മാഷേ? ഒന്നും ആലോചിക്കാനില്ല, ഡിസ്മിസിൽ അടിച്ചു കൊടുത്തേക്കാം. അല്ല മാഷേ, ഇപ്പോൾ ഇവനെ മാത്രം പുറത്തേക്കിട്ട് എന്താ കാര്യം? നമുക്കാണെങ്കിൽ വേണ്ടത്ര തെളിവും കിട്ടിയിട്ടില്ല. അടുത്ത തവണ കുപ്പിയോടെ പൊക്കാം. ഇപ്പൊ വിട്ടേക്കാം. ഒന്നും എടുത്തോണ്ട് പോടാ. എടാ ചെറുക്കണേ, ഈ പഞ്ചായത്തിലെ ഇവർക്കുണ്ടല്ലോ സർക്കാരിന്റെ സഹായം കിട്ടും. അവർക്ക് മാസം 5 രൂപയ്ക്കോ ഫ്രീ ആയിട്ടോ കൊടുക്കാൻ പറ്റും എന്ന് കരുതി നീ എൻ്റെ അടുക്ക ഫ്രീ ചോദിച്ചു വന്നാണ്ടല്ലോ, ഞാൻ എന്റെ സ്വഭാവം നിനക്കറിയാമല്ലോ, ഞാൻ കത്തിക്കോളാം പച്ചക്ക്. സർക്കാർ ഗ്രാൻഡൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും ഒരു വായനശാല നടത്തിപ്പ് എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പുതിയ പുതിയ പുസ്തകങ്ങൾ നമ്മൾ വാങ്ങിക്കൊണ്ടേയിരിക്കണം. ഇപ്പോഴത്തെ യുവതലമുറ വളരെ അപ്ഡേറ്റഡ് ആയതുകൊണ്ട് വലിയ വലിയ വിശ്വസാഹിത്യ കൃതികളൊക്കെ വേണ്ടി വരും. അതൊക്കെ നമുക്ക് കരുതണം. അങ്ങനെ ഈ വായനശാല അപ്ഡേറ്റഡ് ആക്കുന്നതിന് വേണ്ടിയാണ് ഈ 20 രൂപ മാസവരി വാങ്ങുന്നത്. അല്ല ഏട്ടാ, 20 രൂപ ഇത്തിരി കൂടുതലല്ലേ? സീഡിക്ക് വരെ 10 രൂപയേ ഉള്ളൂ. 3 കിലോമീറ്റർ സൈക്കിൾ ഓട്ടാൻ പറ്റാത്തോണ്ടല്ലേ ഇങ്ങോട്ട് വന്നത്. എന്നാ നീ പോലെ കുളിസിനും കാണണ്ട, അതാകുമ്പോൾ വാടക കൊടുക്കണ്ടല്ലോ. പിന്നെ നീ കുളിസിയും കാണുമ്പോൾ ഏതൊക്കെ തെങ്ങ പിടിച്ചു നോണം, ഇല്ലല്ലേ ചിലതൊന്നും നീ താങ്ങുകയല്ല. പിന്നെ എന്റേതായ ഒരു ഉപദേശം തരാം, തല്ലി മേടിക്കാൻ നോക്കണം. നീ CD കാസറ്റ് ഇട്ട് കാണുന്ന പോലെയല്ല ഇത്. ഇത് നിന്റെ ഈ ഭാവന അങ്ങോട്ട് ഉണരും. നീ ഒരു പുതിയ ലോകത്തിലേക്ക്, ഒരു വലിയ നിന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ലോകം. നിന്റെ ആ കുണ്ടലിനിയൊക്കെ അങ്ങോട്ട് ഉണരും. പിന്നെ ഇതൊക്കെ ഒരു സാമൂഹ്യ സേവനമല്ലേ, ഒരു സെക്സ് എഡ്യൂക്കേഷൻ. സത്യം. സേവനം എന്ന് പറയുമ്പോൾ ഫ്രീ ആയിട്ടായിരിക്കും. ഫ്രീ ആയിട്ട് നീ അങ്ങനെ ഉണ്ടാകണ്ട കേട്ടോ. രജിസ്ട്രേഷൻ ഫീ ആയി ഒരു 30 രൂപ കൂടി വേണം. മനസ്സിലായല്ലോ? 30 രൂപയോ? പോയിട്ട് 50 രൂപയായിട്ട് വന്നോളൂ. അപ്പൊ തന്നെ മെമ്പർഷിപ്പ് തന്ന് പുസ്തകം തന്നേക്കാം. ഏത് പുസ്തകം എന്നാ പറഞ്ഞേ? ആദ്യം മറ്റു ചിലരും. ആ, അതുണ്ട്. അപ്പോ ഈ പ്രേമോന്നൊക്കെ പറഞ്ഞ കുറച്ച് ചെലവുള്ള പരിപാടിയാണ്. ചെലവാണ്. എങ്ങനെ ഉണ്ടാക്കി 20 രൂപ അടിച്ചു മാറ്റാൻ പറ്റോ? അതിനമ്മ കാശ് വെക്കണ സ്ഥലം എനിക്കറിയില്ലടാ. എന്തൊക്കെ ഇറങ്ങാനാടാ നീ, ഇതൊക്കെ നോക്കി വെക്കണ്ടേ? കാതര മൊത്തം
കഴിഞ്ഞ നോക്കിയത് കാര്യം സാധിക്കുകയാണ് 10 പൈസ കുറച്ചാൽ തരിക. ഇങ്ങനെ കാല് പിടിച്ചാലും തരത്തില്ല. ആ 2 രൂപ തരാം. സിനിമാ മംഗളത്തിന്റെ നടുപ്പേജെങ്കിലും ശിവന് സിനിമാക്കളും തടുപ്പായി പട്ടണത്തിലിട്ട് കിടക്കാനായി സംസ്കാരിച്ചില്ല. പണ്ടൊരു നാട്ടിലൊരു കുതിരയെ കെട്ടുമഴിച്ചു വിട്ടേ. കെട്ടുമഴിഞ്ഞുടനെ കുതിര വേഗത്തിലോടി പെണ്ണേ. വേഗത്തിലോടിയവൻ നാടും കാടും കടന്നുപോയേ. കാലുകുത്തുന്നിടവും രാജാവിന് സമന്തരായി പെണ്ണേ. സമന്തരെല്ലാവരും രാജാവിന് കപ്പം കൊടുത്തു പെണ്ണേ. കപ്പം കൊടുക്കാത്തോരും രാജാവും അംഗം തുടങ്ങി പെണ്ണേ. അംഗം തുടങ്ങിയതും കുതിര വീണ്ടും നടന്നു പിന്നെ. കണ്ടവരെല്ലാവരും കുതിരയെ അങ്ങനെ ഇങ്ങനെ തീരും. കുതിരെ കുഴി കുഴി ചാടും പറ്റിയ പ്രായമായി കുപ്പിയെ പിടിച്ചിട്ട് തലവര മറ്റും കുതിരെ കൈ മനമേറു കുതിരെ ഒരു കുറി കാണും കുതിരെ. അത്യാവശ്യം സ്ഥിര കസ്റ്റമർ അതുകൊണ്ടാണ്. ആയിക്കോട്ടെ നേരെ എഴുതിക്കോളെ. സൂക്ഷിച്ചു പോണം കേട്ടോ. ഇതൊക്കെ എന്നാത്തിന് കൊണ്ടുപോകാൻ ആർക്കും. അതെ കഴിഞ്ഞ തവണ സെന്റർ പേജ് ഉണ്ടായില്ല. സെന്റർ പേജ് ബാർബർ ഷോപ്പ് വരെ മാങ്ങാണ്ടി പുറം കൊണ്ടുപോകാം. ഈ നാട് നന്നാവൂല. ആരും കേട്ടില്ല. തന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞെന്ന് വിളിക്കരുതെന്ന്. തന്നെ നെക്സൽ തള്ളൊക്കെ നാട്ടിൽ വെച്ചാ മതി. കൊച്ചിന്ന് പിള്ളേരെ പറഞ്ഞോളൂ ഞാൻ. മോനെ ഡിസ്സേ നാക്സൽ മാമൻ ചുമ്മാ പറഞ്ഞല്ലേ. നീ എന്തിനാ കോട്ടയത്തിൽ കൊച്ചിയിലേക്ക് പോകുന്നത്? നോക്കട്ടെ കൊണ്ടുവന്നിട്ടുണ്ടോ? ദൈവമേ ഇത് മറക്കുകയല്ലേ. കാശ് നടന്നോളൂ. മുഴുവൻ കാശുണ്ട് കേട്ടോ. അടുത്തവണ റേറ്റ് കിട്ടും. ചതിക്കല്ലേ. റിസ്ക് എലമെന്റ് കൂടുതലാ മോനെ. ഇതൊരു നാട്ടും പ്രദേശമല്ല. ഇവിടെ ഒന്നും വലിയ കച്ചവടം ഇല്ലടാ. ഐ ഡോണ്ട് കെയർ. തനിക്ക് റെന്റ് ഡ്യൂട്ടി കൊടുത്തൂടെ? അമേരിക്കൻ സാധന സൂപ്പറാ. ആണോ? ഈ ചൈനയുടെ ഐറ്റം വല്ലതും ഉണ്ട്? അതിനിവിടെ നല്ല ചിലവാ. എനിക്കൊന്നും കാണാമല്ലോ. നോക്കണം. ഇതെന്താണ് ഹോഴ്സ് പവർ എക്സ്ട്രാ തിരിഞ്ഞെടുക്കണ പുതിയ സാധനം? ഞാൻ എത്ര പറഞ്ഞാലും ഇവിടെ നേരെ കിടക്കുകയല്ലേ. അടിപൊളിയാ. ഇതുണ്ടല്ലോ, ഇതിനൊരു 4ാമതൊരു കഥയുണ്ട് കേട്ടോ. സ്വർഗം കാണിക്കുന്നുള്ളൂ. അടിപൊളിയാ. ഞാൻ 4 പ്രാവശ്യം സ്വർഗ്ഗമൊക്കെ ഉണ്ട്. പിന്നെ കാണണമെന്നുണ്ടായിരുന്നു. പക്ഷെ ആമതില്ലാത്തതുകൊണ്ട് വേണ്ടെന്ന് വെച്ച്. എന്തിനാ വെറുതെ ഒരു വിപുല ശ്രമം. അതെ.